നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങാം. ആദ്യത്തെ ചോദ്യം: കുറഞ്ഞ ചെലവിൽ കലാമൂല്യമുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിൽ നിർമ്മിച്ച OTT പ്ലാറ്റ്ഫോം. ഇത് കഴിഞ്ഞ ദിവസവും ഞാൻ ഈ ഒരു കാര്യം അത് കുറച്ച് വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒറ്റ വാക്കിൽ എങ്ങനെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്: കുറഞ്ഞ ചെലവിൽ കലാമൂല്യമുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിൽ നിർമ്മിച്ച OTT പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സി സ്പേസ്. അത് കേരളത്തിന്റെ, ഇപ്പൊ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന്റെ കീഴിൽ OTT പ്ലാറ്റ്ഫോം വരുന്നത്. അത് കേരളത്തിന്റെ കീഴിലാണ്. അതിന്റെ പേരെന്താണ്? സി സ്പേസ്. അടുത്ത ചോദ്യം: 17ാം ലോക്സഭയിലെ മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് അർഹനായ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം ആരാണ്? NK പ്രേമചന്ദ്രനാണ്. NK പ്രേമചന്ദ്രൻ. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്: സമഗ്ര സംഭാവനയ്ക്കുള്ള പൂന്താനം സ്മാരക അവാർഡിന് അർഹനായ കവിയും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി. പൂന്താനം സ്മാരക അവാർഡ്. അടുത്തതൊരു പരിശോധനയാണ്. ഓപ്പറേഷൻ പാം ട്രീ. എന്താണ് ഈ ഓപ്പറേഷൻ പാം ട്രീ? ഓപ്പറേഷൻ പാം ട്രീ സംസ്ഥാനത്തെ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന GST വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ പാം ട്രീ. ഓപ്പറേഷൻ പാം ട്രീ. അടുത്തത് പ്രധാനപ്പെട്ട വസ്തുതകൾ: സ്വരാജ് ട്രോഫി 2022-23 മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന പുരസ്കാരമാണേത്? സ്വരാജ് ട്രോഫി. 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഈ 5 കാര്യങ്ങളും പഠിക്കണം, ശ്രദ്ധിക്കുക. ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം, മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ലഭിച്ചത്. 2ാം സ്ഥാനം കൊല്ലം ജില്ല. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ഒന്നാം സ്ഥാനം തിരുവനന്തപുരം ജില്ല, 2ാം സ്ഥാനം കൊല്ലം ജില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനപ്പെട്ടതാണ്. 1ാം സ്ഥാനം നീലേശ്വരം, 2ാം സ്ഥാനം 2 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് പങ്കിട്ടത്, വൈക്കവും പെരുമ്പടപ്പും. മികച്ച ഗ്രാമപഞ്ചായത്ത് 3 സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1ാം സ്ഥാനം വലിയ പറമ്പ് കാസർഗോഡ്, 2ാം സ്ഥാനം മുട്ടാർ ആലപ്പുഴ, 3ാം സ്ഥാനം മരങ്ങാട്ടുപള്ളി കോട്ടയം. അപ്പോൾ 3 ഗ്രാമപഞ്ചായത്തുകൾ, 3 സ്ഥാനങ്ങൾ ഓർക്കുക. 1ാം സ്ഥാനം മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം വലിയ പറമ്പ് കാസർഗോഡ്, 2ാം സ്ഥാനം മുട്ടാർ ആലപ്പുഴ, 3ാം സ്ഥാനം മരങ്ങാട്ടുപള്ളി കോട്ടയം. മികച്ച മുനിസിപ്പാലിറ്റി 1, 2, 3 സ്ഥാനങ്ങൾ. 1ാം സ്ഥാനം ഗുരുവായൂരാണ് മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 2ാം സ്ഥാനം വടക്കാഞ്ചേരി, 3ാം സ്ഥാനം ആന്തൂർ. 1ാം സ്ഥാനം ഗുരുവായൂർ, 2ാം സ്ഥാനം വടക്കാഞ്ചേരി, 3ാം സ്ഥാനം ആന്തൂർ. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ് മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇവിടെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ 10th മെയിൻസിന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10th പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞവരും ഇനി കഴിയാനുള്ളവർ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. 10th പ്രിലിംസ് കഴിഞ്ഞവർ റെസ്റ്റ് എടുക്കരുത്. ജോലി കൈ കിട്ടുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. നന്നായിട്ട് തന്നെ പഠിച്ച് ഈ ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ 10th മെയിൻസ് ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ പുതിയ SCRT 5, 7, 9 മുതലായ ക്ലാസ്സുകളിലെ SCRT സയൻസ്, സോഷ്യൽ മുതലായ ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ഇപ്പൊ നമുക്ക് ഒരുപാട് പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFAക്ക് വേണ്ടി കമ്പനി LGS, ജനറൽ PSC, ഫയർമാൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഈ എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഹർഷദം സ്പെഷ്യൽ ഷോർട്ട് GK അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ 10th പ്രിലിംസിന്റെ 2ാം ഘട്ടം കഴിഞ്ഞു. ആ 2ാം ഘട്ടത്തിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഏതൊരു ബാച്ച് എടുത്താലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എല്ലാം ഓപ്പൺ ആണ്. ഫീസിൽ ഇപ്പോൾ 1 ഡിസ്കൗണ്ടും ഉണ്ട്. ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷദം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, മികച്ച കോർപ്പറേഷനും ഏത് തന്നെയാണ്? തിരുവനന്തപുരം. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം 1ാം സ്ഥാനം ഓർക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം നീലേശ്വരം, ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം വലിയ പറമ്പ് ഏത് ജില്ല? കാസർഗോഡ് ജില്ല. മുനിസിപ്പാലിറ്റി 1ാം സ്ഥാനം ഗുരുവായൂർ.
മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. അടുത്ത ചോദ്യം നോക്കാം. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഇടം പിടിച്ച കേരളത്തിലെ ഏക പോലീസ് സ്റ്റേഷൻ ഏതാണ്? കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഇടം പിടിച്ച കേരളത്തിലെ ഏക പോലീസ് സ്റ്റേഷൻ. അടുത്തത്, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, നെല്ലിക്കയാണ്. അപ്പൊ നെല്ലിക്ക എന്നത് മലപ്പുറം ജില്ലാ ഭരണകൂടം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന ജനകീയ ക്യാമ്പയിന് നൽകിയ പേരാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് സായം പ്രഭ. പകൽ സമയങ്ങളിൽ വയോജനങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടൽ, വിരസത, സുരക്ഷയില്ലായ്മ തുടങ്ങിയവ മൂലം അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? സായം പ്രഭ. അപ്പൊ സായം പ്രഭ എന്നത് ഏത് വിഭാഗത്തിനുള്ള പദ്ധതിയാണ്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. ഇപ്പൊ കെ രാധാകൃഷ്ണൻ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഒരു ഉത്തരവിറക്കി. പട്ടികജാതി വർഗ വിഭാഗങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന മേഖലകളെ കോളനി എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഒഴിവാക്കി പകരം നഗർ, ഉന്നതി എന്നീ പേരുകളിൽ അറിയപ്പെടുമെന്ന് ഉത്തരവിറക്കിയ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി, മുൻ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. ഇപ്പൊ ആരാണ്? OR കേളു ആണ് പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത്, മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകൾക്കായി കമുകറ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കമുകറ സംഗീത പുരസ്കാരം 2024 അർഹനായ സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. അടുത്ത പ്രധാനപ്പെട്ട ഫാക്റ്റ് ആണ്, നോക്കി വെച്ചേക്കണം. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് എസ്തർ ഫൗണ്ടേഷന്റെ 2024 അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായ മലയാളി ചിത്രകാരൻ ആര്? പ്രദീപ് പുത്തൂർ ആണ്. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് എസ്തർ ഫൗണ്ടേഷന്റെ 2024 അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായ മലയാളി ചിത്രകാരൻ ആരാണ്? പ്രദീപ് പുത്തൂർ. രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. 2024 ജനുവരി 20 മുതൽ 22 വരെ നടന്ന കേരള പ്ലാന്റേഷൻ എക്സ്പോയുടെ വേദി എവിടെയായിരുന്നു? എറണാകുളത്തെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 നടന്നത്. അടുത്തൊരു ക്യാമ്പയിന്റെ പേരാണ് മൈൻഡ് ബ്ലോവേഴ്സ്. എന്താ ഇത്? കുടുംബശ്രീ ബാലസഭയിലെ അംഗങ്ങളായ കുട്ടികൾക്ക് അറിവിനും സർഗാത്മകതയ്ക്കും ഒപ്പം സംരംഭകത്വത്തിന്റെ നൂതന പാഠങ്ങൾ കൂടി പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച സംസ്ഥാനതല ക്യാമ്പയിന്റെ പേരാണ് മൈൻഡ് ബ്ലോവേഴ്സ് എന്നത്. ഓക്കെ, അടുത്തത്, സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സയ്ക്കായി ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ RCCയിൽ. സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സയ്ക്കായി ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണെന്ന് ജില്ല ചോദിച്ചത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ RCC ആണ്. അടുത്തൊരു പദ്ധതിയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതി, മലയാള മധുരം. പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികളുടെ സ്വതന്ത്ര വായന പരിപോഷണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം വിഭാവനം ചെയ്ത പദ്ധതിയുടെ പേരെന്ത്? മലയാള മധുരം എന്നത് പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികളുടെ സ്വതന്ത്ര വായന പരിപോഷണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം വിഭാവനം ചെയ്ത പദ്ധതിയാണെന്ന് ഓർക്കുക. അടുത്തത്, സാറ ജോർജ് മുത്തൂറ്റിന്റെ ഒരു ഫാക്റ്റ് ആണ്. ഫോബ്സ് മാസിക തയ്യാറാക്കിയ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിതയാര്? സാറ ജോർജ് മുത്തൂറ്റ്. ഫോബ്സ് മാസിക തയ്യാറാക്കിയ അതിസമ്പന്നരുടെ പട്ടികയിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിതയാണ് ആര്? സാറ ജോർജ് മുത്തൂറ്റ്.
കേന്ദ്ര ഹൗസിംഗ് അർബൻ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ ക്ലീൻ സിറ്റി പുരസ്കാരത്തിന് അർഹത നേടിയ കേരളത്തിലെ നഗരസഭകൾ ഏതെല്ലാം? ആലപ്പുഴ നഗരസഭയും വർക്കല നഗരസഭയുമാണ്. ആലപ്പുഴ നഗരസഭയും വർക്കല നഗരസഭയുമാണ് 2023 സ്വച്ഛ് സർവേക്ഷൺ ക്ലീൻ സിറ്റി പുരസ്കാരത്തിന് അർഹത നേടിയ കേരളത്തിലെ നഗരസഭകൾ. അടുത്തത് ഒരു പദ്ധതി, പ്രധാനപ്പെട്ട പദ്ധതി നേർവഴി. എന്താണ് നേർവഴി? വിദ്യാർത്ഥികളെ നേർവഴിക്ക് നടത്താൻ, ലഹരി ഉപയോഗം തടയാനും അവരെ നേർവഴിക്ക് നടത്താനും അധ്യാപകരെ കൂടി പങ്കാളികളാക്കി സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത്? നേർവഴി എന്ന പദ്ധതി. നേർവഴി. അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം 2024 മാർച്ച് 30-നാണ് ആചരിച്ചത്. അപ്പൊ ഏത് സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് 2024 മാർച്ച് 30-ന് ആചരിച്ചത് എന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്? 1924 മാർച്ച് 30-നാണ്. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത്. 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെ? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്തെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇന്ത്യയിൽ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് നിലവിൽ വന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വത ആരോഹകന്റെ പേരെന്താ? ഷെയ്ഖ് ഹസൻ ഖാൻ. ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വത ആരോഹകൻ. അടുത്ത ചോദ്യം, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ആര്? ഡോക്ടർ KG പൗലോസ് ആണ്. ഡോക്ടർ KG പൗലോസ്. അപ്പൊ ഞാൻ 2024 ചെയ്തിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സ് 2024 എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയെ, അതിനകത്തുണ്ടായിരിക്കും. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഒരു ഫാക്റ്റ് ആണ്. ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ 2024 ലോകത്തെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ആണ് ഏത്? കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക്. മറ്റൊരു നേട്ടം എന്താണ്? ഇന്ത്യയിലെ 18ാമത്തെ മികച്ച ബാങ്ക് എന്ന നേട്ടമാണ് കേരള ഗ്രാമീൺ ബാങ്ക് സ്വന്തമാക്കിയത്. 18ാമത്തെ മികച്ച ബാങ്ക് എന്ന നേട്ടം. ഇപ്പൊ ഫോബ്സ് മാഗസിൻ തയ്യാറാക്കിയ 2024 ലോകത്തെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ആണ് ഏത്? കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. കുറഞ്ഞ ചെലവിൽ കലാമൂല്യമുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിൽ നിർമ്മിച്ച OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ചു. ശ്രീകുമാരൻ തമ്പിക്കാണ് പൂന്താനം സ്മാരക അവാർഡ് ലഭിച്ചത്. ഓപ്പറേഷൻ പാം ട്രീ എന്നത് സംസ്ഥാനത്തെ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന GST വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയാണ്. ഇനി 2022-23 സ്വരാജ് ട്രോഫി ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, ബ്ലോക്ക് പഞ്ചായത്ത് നീലേശ്വരം, ഗ്രാമപഞ്ചായത്ത് വലിയപറമ്പ്, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ മികച്ച പോലീസ് സ്റ്റേഷൻ. 10 പോലീസ് സ്റ്റേഷനുകളിൽ ഇടം പിടിച്ച കേരളത്തിലെ ഏക പോലീസ് സ്റ്റേഷനാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. നെല്ലിക്ക എന്ന ക്യാമ്പയിൻ ഏത് ജില്ലാ ഭരണകൂടത്തിൻ്റെതാണ്? മലപ്പുറത്തിൻ്റെതാണ്. സായംപ്രഭ എന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. K രാധാകൃഷ്ണനാണ് കോളനി എന്നതിനു പകരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെ, മേഖലകളെ കോളനി എന്നതിനു പകരം നഗർ ഉന്നതി എന്നീ പേരുകളിൽ അറിയപ്പെടാൻ വേണ്ടി ഉത്തരവിറക്കിയ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി. ജെറി അമൽദേവിന് 2024 കമുകറ സംഗീത പുരസ്കാരം ലഭിച്ചു. പ്രദീപ് പുത്തൂറിന് 2024 അന്തർദേശീയ ചിത്രകലാ പുരസ്കാരം ലഭിച്ചു. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ് രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം നേടിയത്. കേരള പ്ലാന്റേഷൻ എക്സ്പോ എറണാകുളം ജില്ലയിലാണ് നടന്നത്. മൈൻഡ് ബ്ലോവേഴ്സ് എന്നത് കുടുംബശ്രീയുടെ ഒരു ക്യാമ്പയിൻ ആണെന്ന് ഓർക്കുക. സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സയ്ക്കായി ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് ആരംഭിച്ചത് RCC. മലയാള മധുരം എന്നത് പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികളുടെ സ്വതന്ത്ര വായന പരിപോഷണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം വിഭാവനം ചെയ്ത പദ്ധതിയാണ്. സാറ ജോർജ് മുത്തൂറ്റ്
ഫോബ്സ് മാസിക തയ്യാറാക്കിയ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത. ക്ലീൻ സിറ്റി പുരസ്കാരത്തിന് ആലപ്പുഴ നഗരസഭയും വർക്കല നഗരസഭയും അർഹരായി. നേർവഴി എന്നത് ലഹരി ഉപയോഗം തടയാനുള്ള പദ്ധതിയാണ്. 2024 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചു. സംസ്ഥാനത്തെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലത്താണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്ത്യയിൽ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് നിലവിൽ വന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഷെയ്ഖ് ഹസൻ ഖാനാണ് ഓഗോസ് ദൽ സലാദോ എന്ന അഗ്നിപർവ്വതം കീഴടക്കിയത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് 2024 ലോകത്തെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അഡ്മിഷൻ ഓപ്പൺ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.